ശ്യാം. ഹായ് വന്ദന, എന്താ വിശേഷിച്ചൂടെ? ശ്യാം, എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ വീട്ടിലുള്ള പ്രശ്നമുണ്ടോ? ശ്യാം, നീ എന്തോന്ന് അറിയാൻ പാടാത്ത പോലെ സംസാരിക്കുന്നത്? ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. എന്നെ ഇന്നലെ കാണാൻ വേണ്ടി ഒരു കൂട്ടർ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. കല്യാണം ഉറപ്പിച്ച മട്ടാ വീട്ടുകാർക്ക്. വീട്ടുകാരുടെ പ്രഷർ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. നീ എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യും. നീ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. ഞാൻ 2 ദിവസത്തിനുള്ളിൽ കൊച്ചിയിലേക്ക് പോകും. അഖിലിന്റെ ഓഫീസ് നോക്കി നടത്താൻ വിളിച്ചിരിക്കുക. നീ എന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്ക് പ്ലീസ്. എനിക്കൊന്നും അറിയണ്ട. നിന്റെ തീരുമാനം ഇന്ന് വൈകിട്ട് അറിയണം. അല്ലെങ്കിൽ ഞാനിപ്പോ എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ പോകുന്നു ശ്യാം. ഞാനൊന്ന് പറയുന്നേക്ക് പ്ലീസ്. ഓക്കെ ഓക്കെ ഓക്കെ. I love you, ശ്യാം. മോനെ കഴിക്കാൻ തോളേ. എനിക്കറിയില്ല, ഓർഡർ എടുക്കാൻ വേറെ ആള് വരും. ചേട്ടാ, ഒരു കാര്യം പറയാം, ഇവിടുത്തെ വട കഴിക്കണ്ട, സീനാണ്. നീ ആള് കൊള്ളാലോ. ഓർഡർ മോനെ. വിജയ് വാടാ ഇവിടെ. യുവദാസിനെ പിടിച്ചാണല്ലോ ഞാൻ കൂട്ടത്ത് നിർത്തിയത്. വാടാ ഇവിടെ, ഇവിടെ വാടാ. നീ എന്തിനാ ആ കസ്റ്റമേഴ്സിനോട് പറഞ്ഞത് വട ഇന്നലത്തേതാണെന്ന്? ഞാനിപ്പോ സത്യമല്ലേ പറഞ്ഞേ, അതിനെന്താ? നീ ഇനി മേലിൽ ഇവിടെ പണിയെടുക്കണ്ട, ഇറങ്ങി പോടാ. ഇത്രയും ദിവസത്തെ ശമ്പളം എന്ന് ഞാൻ പോയേക്കാം. ശമ്പളോ? ഇവിടെ നിന്നിട്ടുള്ള ഒരുത്തന് ഞാൻ ശമ്പളം കൊടുത്തിട്ടില്ല. പോടാ അവിടുന്ന്. ഞാൻ ഫ്രീക്ക് നിനക്കിട്ട് പണി തരൂട്ടോ. എന്നോടാണ് അവിടെ നിൽക്കാൻ. നിക്കടാ അവിടെ തെണ്ടി. മേലിൽ നിന്നെ ഈ പ്രദേശത്ത് കണ്ടുപോകരുത്. ഇങ്ങോട്ട് പോണ തെണ്ടി. പറഞ്ഞിട്ടെന്താ കാര്യം? വന്ദനെ, നിൽക്കവിടെ. നീ എവിടെ പോയിരുന്നു? ഞാൻ മിത്രയുടെ വീട്ടിൽ പോയിരുന്നു. എന്തിന്? വെറുതെ. പിന്നെന്തിനാ നീ സ്റ്റുഡിയോ ഒന്ന് കഴിഞ്ഞോട്ട് ഇറങ്ങിപ്പോയെ? അത് ഞാൻ വന്ദന, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അത് ഞാൻ ശ്യാമിനെ കാണാൻ പോയതാ. എന്താ? പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല അവനെ കാണരുതെന്ന്. പിന്നെന്തിനു പോയി? നീ ഇനി ആരെ കാണാൻ പോകുന്നില്ല, മനസ്സിലായോ? നിന്റെ കല്യാണം ഞാൻ ഉറപ്പിക്കാൻ പോവാ. കേറി പോടിയാന്ന്. ഇനി അവളോട് ദേഷ്യപ്പെടണ്ട. ഞാൻ അവളോട് സമാധാനത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. മോൾ എന്തിനാ വാശി പിടിപ്പിക്കുന്നേ? നിങ്ങളെ സ്വഭാവം തന്നെ അവൾക്കും. കരയല്ലേടാ, കരയല്ലേ? അമ്മേ, ഞാൻ ശ്യാമിന്റെ കൂടെ അല്ലാതെ വേറെ ആരുടെ കൂടെ ജീവിക്കില്ല. ശ്യാമിനെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മരിച്ചു കളയും. മോളെ, നീ കരയാതെ. ഇങ്ങോട്ട് നോക്കി, അച്ഛനോട് പറഞ്ഞെല്ലാം ശരിയാക്കാം. പോരെ? ചേച്ചി കരയല്ലേ, അമ്മ പറഞ്ഞല്ലോ എല്ലാം ശരിയാവും. കരയണ്ട, എല്ലാം ശരിയാവും. ഏട്ടാ, ഞാൻ വൃന്ദയാണ്. ചേട്ടാ, ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. ചേച്ചി ഇന്ന് കുരിശുപള്ളിയുടെ അടുത്ത് ഇറങ്ങി വരും. ചേട്ടൻ കൂട്ടിക്കൊണ്ടുപോകാൻ അവിടെ വരണം. ചേട്ടാ, ഞാൻ ഫോൺ വെക്കുക. ആരെങ്കിലും കണ്ടാ പ്രശ്നമാണ്. അയ്യോ ചേട്ടാ, രാത്രി 1 മണി. ഓക്കെ. ഹലോ വൃന്ദ. ഹലോ, ഞാൻ പറയുന്ന കേൾക്ക്. ഹലോ വൃന്ദ.